എന്തായാലും ഇങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഒരു അഭിനയ പ്രതിഭ എന്നുള്ള രീതിയിൽ ആര് വിചാരിച്ചാലും മലയാള സിനിമയിൽ തിലകൻ എന്ന് പറയുന്ന നടനെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായ നിർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവവികാസങ്ങളായിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് അത് മലയാള സിനിമയുടെ ഒരു പരിവർത്തന കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള ചില അശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ സഹപ്രവർത്തകർക്കിടയിൽ ഉണ്ടായ ഒരു ഈ പ്രശ്നത്തെ എടുത്താൽ പോരെ, അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. ഇല്ല, ഞാനങ്ങനെ അമ്മയോട് വിരോധമായിട്ടൊന്നും മനസ്സിൽ കരുതിയിട്ടില്ല. അശാസ്ത്രീയമായ രീതിയിൽ ഒരു സംഘടന പ്രവർത്തിച്ചാൽ ഒരു സംഘടനയ്ക്ക് എത്തിക്സ് ഉണ്ട്, അത് മാറ്റിമറിക്കരുത്. അത് സംഘടന മാത്രമല്ല, ഏത് മേഖലയായാലും എത്തിക്സ് കീപ്പപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞു. തിലകനെ പോലുള്ളൊരു നടനെതിരെ പ്രവർത്തിച്ചിട്ട് ആർക്കാണ് ഇവിടെ നേട്ടമുണ്ടാകുക? ചില നടന്മാർക്ക് അവാർഡ് പ്രതീക്ഷയുണ്ട്, എനിക്കതില്ല. അതുപോലെ തന്നെ ചിലർക്ക് ഈ മേധാവിത്വം. അപ്പോൾ ഇതെല്ലാം എന്തിനാന്ന് വെച്ചാൽ എന്നെ തമസ്കരിക്കുക എന്നുള്ളതാണ്. എനിക്കന്നും ഇതേപോലുള്ള കഴിവുണ്ട്, ഞാൻ എന്നിൽ വിശ്വാസമുള്ളവനാണ്, ആത്മവിശ്വാസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എത്രയോ കാലങ്ങളായി നാടകത്തിൽ അഭിനയിച്ച് എനിക്കിത് നല്ലപോലെ വഴങ്ങുന്നതാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി ചിലത് ഇവനെ ഔട്ടിൽ നിർത്തണമെന്ന് തോന്നിക്കാണാം. അതായിരിക്കാം എനിക്കെതിരായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏതായാലും കൊള്ളാം, 95-ലാണ് അമ്മ സംഘടന രൂപപ്പെട്ടത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവർ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല. പക്ഷേ അമ്മ രൂപപ്പെട്ടതിന് ശേഷം അത് ഫലപ്രാപ്തിയിലേക്ക് പോയി തുടങ്ങി. ചില ആൾക്കാരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ സംഘടന എന്ന് എനിക്ക് തോന്നി. അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഒരു സംഘടന കൊണ്ട് അങ്ങനെ നിലനിൽക്കാൻ പറ്റുമോ? കഴിവില്ലെങ്കിൽ അവിടെ ആൾക്കാർ തിലകനെ പുറത്താക്കി പിന്നെയാണോ നിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഭയപ്പെട്ടിരിക്കുക എല്ലാവരും. അവർക്ക് ചാൻസാണ് ആവശ്യം, നിലനിൽപ്പ്, സർവൈവ് ചെയ്യണം. ഞാനങ്ങനെ കരുതിയില്ല. അത് അന്ന് മലയാള സിനിമ നമ്മൾ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞൊരു ക്ലിഷേ വാക്കാണെങ്കിൽ പോലും മൊത്തത്തിൽ എല്ലാവരും അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു ആ കാലഘട്ടത്തിൽ സിനിമയിൽ. അത് എനിക്ക് തോന്നുന്നു അമ്മയിൽ മാത്രമല്ല, എല്ലാ സംഘടനകൾക്കും തമ്മിലൊക്കെ ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ അറ്റ് പ്രസൻ്റാണ് ഞാൻ പറയുന്നത്, അതൊക്കെ മാറി സിനിമ വീണ്ടും ഒരു നല്ലൊരു സൗഹാർദ്ദത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് കോംപ്രമൈസ് എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അമ്മയായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കമൽ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ ഘട്ടം അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ്? അല്ല, പുതിയ പിള്ളേർ വരുന്നുണ്ടായിരിക്കാം. ഈ അനുഭവങ്ങൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ടല്ലേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. ഞാനും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത് ഒരു ഉടക്കിലൂടെ ആണെങ്കിൽ പോലും ഒരു ചർച്ചയാകണം. ഓഡിയൻസും സിനിമാ മേക്കേഴ്സും സിനിമാ പ്രവർത്തകരും എല്ലാം തമ്മിൽ ചർച്ച ചെയ്തിട്ട് നല്ല സിനിമയ്ക്ക് വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളത്. ഈ നല്ല സിനിമ ഉണ്ടായിരുന്നതിൻ്റെ കാരണവും ഈ പ്രവൃത്തിയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതെ. ഇപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ വന്നു, അവർ വരാൻ അവർക്ക് ചാൻസ് കിട്ടി. അവർ വന്ന് നല്ല നല്ല തീമുകൾ കൊണ്ടുവന്നു, പുതിയ രീതിയിൽ മേക്കിംഗ് വന്നു. പടങ്ങളെല്ലാം തന്നെ ലാഭം കൊയ്യുന്നു. കാരണം ലോ കോസ്റ്റാണ് പടങ്ങളെല്ലാം. ആ കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ ചേട്ടൻ ഈ സമാഗമം തുടങ്ങിയ സമയത്ത് പറഞ്ഞ്, ഇപ്പോൾ ദുൽഖറിൻ്റെ സിനിമയിൽ ഉസ്താദ് ഹോട്ടലിൽ ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ദുൽഖർ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ്. അത് മാത്രമല്ല അവൻ അങ്ങനെ പെരുമാറുന്നു. പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണല്ലോ. അപ്പോൾ അവന് വേണമെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്നുള്ളൊരു ജാടയിൽ വരാമായിരുന്നു. അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പുതിയ ചെറുപ്പക്കാർ തിലകൻ ചേട്ടനെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല പ്രായത്തിൻ്റെ ബഹുമാനമുണ്ട്. അപ്പോൾ ഞാനൊരു തെറ്റ് പറഞ്ഞാൽ തന്നെ അവർ പോട്ടെ നോക്കും. അപ്പോൾ അങ്ങനെ നമുക്കത് മനസ്സിലാക്കിയിട്ട് പുതിയ തലമുറയും പഴയ തലമുറയും ഈ സൂപ്പർ താരങ്ങളെല്ലാം കൂടി നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിനി പ്രയത്നിക്കാം എന്നെനിക്ക്. അത് അമിക്കബിൾ ആകണം. കാരണം ഈ പുതിയ തലമുറയുടെ കൂടെ അവർ വരാൻ അവർ തയ്യാറാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തയ്യാറായാൽ അത് മലയാള സിനിമയുടെ ഭാഗ്യം. എനിക്ക് തോന്നുന്നു ഇനി മഞ്ഞുരുകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമാഗമം അതിനൊരു തുടക്കമാകട്ടെ എന്നുള്ളതാണ്. നമുക്ക് ആയിക്കോട്ടെ, മഞ്ഞുരുകണമെങ്കിൽ ടെമ്പറേച്ചർ വേണം. അതെ, ആ ടെമ്പറേച്ചർ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. നല്ല സിനിമയുടെ ഒരു ടെമ്പറേച്ചർ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ചേട്ടൻ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത്. അതിമനോഹരമായിട്ട് ആ കഥാപാത്രത്തെ ചേട്ടൻ അവതരിപ്പിച്ചു. അല്ല, അവിടെ എതിർത്തവരുണ്ട്.
അല്ല അത് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും ആ സിനിമ പ്രേക്ഷകരും ആ കഥാപാത്രത്തെയും പ്രേക്ഷകർ നന്നായിട്ട് സ്വീകരിച്ചാണ്. നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഏതായാലും ഈ വിവാദം കൂടെ അവസാനിപ്പിക്കാം. ഇനിയെങ്കിലും നല്ല രീതിയിൽ നമുക്ക് മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പ്രയത്നിക്കാം. ഒരിക്കലും ഉപരോധങ്ങൾ കൊണ്ടുവരാതെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക സംഘടനകൾ. അങ്ങനെ ആ ഒരു എത്തിക്സ് കീപ്പപ്പ് ചെയ്യണം. അതെ, നമ്മുടെ പരമലക്ഷ്യം മലയാള സിനിമ നന്നാകുക, അത് മാത്രമായിരിക്കണം.